കരൂർ ദുരന്തത്തോടെ ഒറ്റപ്പെട്ട വിജയ്ക്ക് പിന്തുണയുമായി ബി.ജെ.പി. വിജയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാൽ സംരക്ഷിക്കുമെന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ വിജയെ നേരിട്ട് വിളിച്ചു. വിജയുമായി തുടർച്ചയായി ബന്ധപ്പെടുന്നുണ്ടെന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. അതാണ് ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും. എന്താണ് വിശദാംശങ്ങൾ? അഖില, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഒരു സഖ്യം, അതിപ്പോൾ ADMK സഖ്യമുണ്ട്. വിജയ് കൂടിയ സഖ്യത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ഭരണത്തിലേക്ക് എത്തിപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. അതാണിപ്പോൾ വിജയാണെങ്കിൽ ബി.ജെ.പിക്കെതിരെ കടുത്ത നിലപാടാണ് നേരത്തെയൊക്കെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പ ദിവസങ്ങളായി വിജയ് ഒറ്റപ്പെട്ടും കരൂർ ദുരന്തത്തിന് ശേഷം വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്കൊരു സഹായമായിട്ട് നിൽക്കുന്നത് ബി.ജെ.പി. ആണ് എന്നൊരു തോന്നൽ വരുത്തിയിട്ടുണ്ട്. കാരണം ബി.ജെ.പിയാണ് ആദ്യം തന്നെ കരൂരിലേക്ക് ഒരു ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ തന്നെയുള്ള NDA പ്രതിനിധി സംഘത്തെ അയച്ചത്. അതുമാത്രമല്ല, ഉപരാഷ്ട്രപതി നേരിട്ട് തന്നെ വിജയുമായി ഫോണിൽ സംസാരിച്ചു. നിർമ്മല സീതാരാമൻ വിജയുമായിട്ട് സംസാരിച്ചു. ഏതായാലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വിജയുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. വിജയുമായിട്ട് ഒരു ബാക്ക് ഡോർ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉന്നതനായ ഒരു കേന്ദ്രമന്ത്രി തന്നെ വിജയുമായി സംസാരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും വിജയനെ സംബന്ധിച്ചോളം ഈ സുപ്രീം ഹൈക്കോടതി വിധിയും അതേപോലെ തന്നെ DMK സർക്കാരിൻ്റെ നടപടികളും ഒക്കെ തന്നെ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ്. ഈ അവസ്ഥയിലാണ് സഹായഹസ്തവുമായി ബി.ജെ.പി. എത്തുന്നത്. ഇതിനോടൊരു പ്രതികരണം എന്നതിൽ വിജയ് പറഞ്ഞിട്ട് തനിക്ക് വേണ്ടി നിന്ന, അല്ലെ തന്നെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി എന്ന് ഒരു പ്രതികരണമായി വിജയും നൽകിയിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പി. ഈ സമയം രാഷ്ട്രീയപരമായിട്ട് ഒരു സുവർണാവസരമായി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അഖില, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.